സമ്മാനം TH577825 എന്ന ടിക്കറ്റ് നമ്പറിനാണ് 25 കോടി രൂപയാണ് സമ്മാനം. രണ്ടാം സമ്മാനം 20 പേർക്കാണ് ഭഗവതി ഏജൻസീസിൽ നിന്ന് വാങ്ങിയ അല്ലെങ്കിൽ ഏജൻസീസ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. 20 പേർക്കാണ് രണ്ടാം സമ്മാനം. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് നറുക്കെടുപ്പ് നടത്തിയത്. രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം എന്നാണ് നമുക്ക് ഇതിനോടകം ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഭാഗ്യശാലിയെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ രേഷ്മ? ഒന്നാം സമ്മാനമായ TH577825 എന്ന ടിക്കറ്റ് എറണാകുളം വൈറ്റില ഭഗവതി ഏജൻസീസിൽ നിന്നുമാണ് വിറ്റിരിക്കുന്നത്. സബ് ഏജന്റ് ആയിട്ടുള്ള നെട്ടൂരിലെ ലതീഷ് ആണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ലതീഷിനാണ് വൈറ്റില ഭഗവതി ഏജൻസിയിൽ നിന്നും ഈ ടിക്കറ്റ് വിൽപ്പന പോയിട്ടുള്ളത്. എന്തായാലും സബ് ഏജന്റ് ആണ് ലതീഷ്. അതുകൊണ്ട് തന്നെ ലതീഷ് ഈ ടിക്കറ്റ് വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും എറണാകുളത്താണ് ഈ ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ പാലക്കാട് ലോട്ടറി ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്നുമാണ് തിരുവനന്തപുരത്തെ ഭക്തി ഏജൻസി ടിക്കറ്റ് എടുത്തത്. അവിടുത്തെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ നിന്നുമാണ് ഈ സംസ്ഥാനമെമ്പാടുമുള്ള വിവിധ ഭഗവതി ഏജൻസികളിലേക്ക്, അതായത് വിവിധ ബ്രാഞ്ചുകളിലേക്ക് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് വിതരണം ചെയ്യുന്നത്. അവിടെ നിന്നും നേരെ എറണാകുളം വൈറ്റിലയിൽ ഭഗവതി ഏജൻസിയിലേക്കാണ് ഈ ടിക്കറ്റ് വന്നിരിക്കുന്നത്. അവിടെ ലതീഷ് എന്ന് പറയുന്ന നെട്ടൂരിലെ സബ് ഏജന്റ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ 1 കോടി രൂപയും അർഹമായിട്ടുള്ള ടിക്കറ്റും എടുത്തത് ലതീഷ് തന്നെയായിരുന്നു. എന്തായാലും നെട്ടൂർ തന്നെയാണ് ഈ ടിക്കറ്റിന്റെ വിൽപ്പന നടന്നിട്ടുള്ളത്. ലതീഷ് മറ്റാർക്കെങ്കിലും വിറ്റോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും സമ്മാനാർഹമായിട്ടുള്ള ടിക്കറ്റിന്റെ വിൽപ്പന ഭഗവതി ഏജൻസീസിൽ നിന്നുമാണ്. നേരത്തെ വൈറ്റിലയിലെ ഇതേ ബ്രാഞ്ചിൽ നിന്നുമാണ്, ഇതേ ശാഖയിൽ നിന്നുമാണ് 1 കോടി രൂപയുടെ വിൽപ്പന നടത്തിയിട്ടുള്ളത്. 250 ലക്ഷത്തിന്റെ ടിക്കറ്റിന്റെ സമ്മാനം അടിച്ചിട്ടുള്ളത് ഈ വൈറ്റിലയിലെ ഭഗവതി ഏജൻസീസിൽ നിന്നുമാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ആ സമ്മാനം കിട്ടിയ അതേ അവസരം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ നേരത്തെ ആ ബ്രാഞ്ചിലെ ആൾക്കാർ, ജീവനക്കാരൊക്കെ തന്നെ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ലതീഷ് നെട്ടൂരാണുള്ളത്. നെട്ടൂരിലെ INGC ജംഗ്ഷന് സമീപത്താണ് ലതീഷിന്റെ ലോട്ടറി സ്റ്റോൾ ഉള്ളത്. ആ ലോട്ടറി സ്റ്റോളിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ തന്നെ എടുക്കുന്നത് ഇതേ വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ്. അവിടെ നിന്നുമാണ് ഈ ടിക്കറ്റ് പോയിട്ടുള്ളത്. എന്തായാലും ലതീഷ് അല്പസമയത്തിനുള്ളിൽ നമ്മോടൊപ്പം ചേരും. രേഷ്മ, ലതീഷിനോട് രേഷ്മ സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ഭാഗ്യവൻ കൊച്ചിയിൽ തന്നെ ഉള്ള ആളായിരിക്കുമോ? തിരുവനന്തപുരം ഒന്നാം സമ്മാനം TH577825 എന്ന ടിക്കറ്റ് നമ്പറിനാണ് ലഭിച്ചിരിക്കുന്നത്. 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. എന്തായാലും ആ ഭാഗ്യശാലിയെ തിരയുകയാണ് മലയാളികൾ. കൊച്ചിയിലുള്ള ആളായിരിക്കും എന്ന ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ്. സബ് ഏജന്റ് ലതീഷ് അദ്ദേഹം നമുക്കൊപ്പം ഉടൻ ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. അവിടെ നിന്നുള്ള തത്സമയമായ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമുക്ക് രേഷ്മ ബാബു നൽകിക്കൊണ്ടിരിക്കുന്നത്. രേഷ്മ ബാബുവിലേക്ക് പോവുകയാണ്. രേഷ്മ, ലതീഷിനോട് രേഷ്മ സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ഭാഗ്യശാലി കൊച്ചിയിലുള്ള വ്യക്തി തന്നെ ആയിരിക്കുമോ രേഷ്മ? രാശി, 2 സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഈ സബ് ഏജന്റ് ആയിട്ടുള്ള ലതീഷ് ഈ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. സാധാരണ ഈ ചില കുറച്ച് ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്ന ഏജന്റുമാരുണ്ട്, അവർക്കായിരിക്കാം. അവർ വഴി ഇത് കൊച്ചിയിലുള്ള മറ്റാരെങ്കിലും ഈ ടിക്കറ്റ് വാങ്ങിയിരിക്കാം. എന്തായാലും കൊച്ചിയിൽ നിന്നുമാണ് ഈ ഓണം ബമ്പർ സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റിന്റെ വിൽപ്പന നടത്തിയിട്ടുള്ളത്. എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നും സബ് ഏജന്റ് ഈ ടിക്കറ്റ് വാങ്ങുന്നു. സബ് ഏജന്റ് പക്കൽ നിന്നും മറ്റൊരാൾ വാങ്ങിയിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. എന്തായാലും നിലവിൽ നെട്ടൂർ INGC ജംഗ്ഷനിലെ സ്റ്റോളിൽ നിന്നുമാണ് ഈ ടിക്കറ്റ് വിൽപ്പന പോയിട്ടുള്ളത്. അതിന്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എറണാകുളം
വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നുമാണ് സബ് ഏജന്റ് ആയിട്ടുള്ള ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്നുമാണ് ഈ ഭഗവതി ഏജൻസീസിലേക്കുള്ള ടിക്കറ്റുകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത്. അവര് പാലക്കാട് ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നു, നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു. അവിടെ നിന്നും ഭഗവതി ഏജൻസിയുടെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുന്നു. ഓരോ ബ്രാഞ്ചുകളിലും അവര് അവിടുത്തെ ഓഫീസുകളിൽ ടിക്കറ്റ് എത്തിച്ചതിന് ശേഷം സബ് ഏജന്റുമാർക്ക് കൊടുക്കുന്നു. അതാണ് ഇതിന്റെ ഒരു ശൃംഖല എന്ന് പറയുന്നത്. ശരി, നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം. അവിടെ നമ്മുടെ വീണ തയ്യാറാണ്. വീണ, ഈ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം 25 കോടി രൂപ സമ്മാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ അല്പസമയങ്ങൾ ഇതുപോലെ നമ്മുടെ ഗോർഖി ഭവനിൽ നടന്ന ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ദിവസമായിരുന്നു. അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നത് പാലക്കാടാണ് ഈ ഒരു വിജയി ഉള്ളതെന്നാണ്. തൊട്ട് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ധനകാര്യ മന്ത്രിയടക്കം വ്യക്തമാക്കിയത്. അതായത് തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങലിലുള്ള ഭഗവതി ഏജന്റായ പി തങ്കരാജനാണ് ടിക്കറ്റ് എടുത്തത്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു ടിക്കറ്റ്, അതായത് സമ്മാനാർഹമായ TH 577 825 എന്ന ടിക്കറ്റിനാണ് സമ്മാനം കിട്ടിയത്. 25 കോടിയാണ് തിരുവോണം ബമ്പർ സമ്മാനം. എന്നാൽ ഇദ്ദേഹം മന്ത്രിയോടടക്കം നമ്മൾ വിശദീകരണം ചോദിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോടൊപ്പം പ്രതികരിച്ചത് ഈ ടിക്കറ്റ് എവിടെ വേണമെങ്കിലും വിൽക്കാം, പാലക്കാട് നിന്ന് എടുത്ത ടിക്കറ്റാണ്. അദ്ദേഹത്തിന് സംസ്ഥാനത്തുടനീളം ഈ ലൈസൻസ് വിൽപ്പന നടത്തുന്നതിനുള്ള അവകാശമുണ്ടൊപ്പം തന്നെ ഈ ഏജൻസികൾ വിവിധയിടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ടിക്കറ്റ് വിൽപ്പന തിരുവനന്തപുരത്താകാം, അല്ലെങ്കിൽ പാലക്കാടാകാം, കൊച്ചിയിലാകാം, എവിടെ വേണോ ആകാമെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആറ്റിങ്ങലുള്ള ഏജന്റാണ്. എന്നാൽ പ്രാഥമികമായി നമ്മൾ ഈ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ആറ്റിങ്ങലിൽ നല്ല ഈ ഒരു ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി നെട്ടൂരിൽ ഈ ഒരു ടിക്കറ്റ് വിൽപ്പന നടത്തി എന്നാണ്. വീണ, ഈ ഭഗവതി ഏജൻസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ 25 കോടി അടിച്ച ആ ഭാഗ്യവാൻ അനൂപ്, ശ്രീവരാഹം സ്വദേശി, അദ്ദേഹം അന്ന് ഈ ഭഗവതി ഏജൻസീസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് എന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അതേ ഭഗവതി ഏജൻസീസ് തന്നെയാണോ ഇതും? തീർച്ചയായും അതിന്റെ ബ്രാഞ്ച് തന്നെയാണ്, ആറ്റിങ്ങലുള്ള തന്നെയാണ്. അന്ന് ആ ടിക്കറ്റ് എടുത്ത അനൂപിന് ഓണം ബമ്പർ അടിച്ച അതേ ഏജൻസിയിലെ ടിക്കറ്റ് തന്നെയാണ് ഇപ്പോഴും വിൽപ്പന നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഏജന്റ് ആദ്യം ഈ വിവരങ്ങൾ, അതായത് നറുക്കെടുപ്പ് നടക്കുമ്പോൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. ടിക്കറ്റ് മലയാളികളടക്കം നിരവധി പേര് എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും ഒരുപാട് പേര് ഏറെ പ്രതീക്ഷയോടുകൂടി എടുക്കുന്ന ഒരു ടിക്കറ്റ് കൂടിയാണ് തിരുവോണം ബമ്പർ. അതിനാൽ തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആദ്യം പാലക്കാടെന്ന് കേട്ടു, രണ്ടാമത് തിരുവനന്തപുരത്ത് നിന്ന് കേട്ടു. ആറ്റിങ്ങലാണോ ഭാഗ്യശാലി എന്നുള്ളൊരു സംശയം അടക്കം ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചതും. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അന്വേഷിച്ചത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പറയുന്നത്. ഇത് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി തന്നെയാണ്. മുമ്പ് ഇത്തരത്തിലുള്ള ഭാഗ്യശാലികൾ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തവരാണ്. അത്തരത്തിലുള്ളവർക്കാണ് ഈ ഒരു ബമ്പർ കിട്ടിയിട്ടുള്ളത്. അവരിലുള്ളവർ അത്തരത്തിലുള്ള ഏജൻസിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു ടിക്കറ്റ് വിൽപ്പന പോയിരിക്കുന്നത്. എന്നാൽ ഭാഗ്യശാലി എവിടെയാണെന്ന് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഇനി ഭാഗ്യശാലി നേരിട്ട് വന്ന് പറയുമോ എന്നുള്ളത് നമുക്കറിയില്ല. ചില സാഹചര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ തവണയടക്കം അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഏറെ വൈകിയാണ് വന്നത്. ചിലപ്പോൾ ഈ ഒരു വിവരങ്ങൾ തനിക്കാണോ എന്ന് ഉറപ്പിക്കുന്ന ഒരു അവസാന ഘട്ടത്തിലായിരിക്കാം ഈ ഒരു ടിക്കറ്റിന്റെ ഉടമ. അത്തരത്തിലുള്ള വിവരങ്ങളും ഒക്കെ കിട്ടേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു ആറ്റിങ്ങൽ ഭഗവതി ഏജന്റിൽ പി തങ്കരാജിനെ നമ്മൾ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഇനി വിശദാംശങ്ങൾ അറിയേണ്ടത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.